ഞാൻ ഇപ്പോൾ സ്വിമ്മിങ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ അത്ലറ്റ് ചിലപ്പോൾ റണ്ണിങ്, ലോങ് ജമ്പ് അങ്ങനത്തെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മെയിൻ ഫോക്കസ് സ്വിമ്മിങ് ആണ്. പിന്നെ ആർച്ചറി പഠിക്കണമെന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ആർക്കെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് പരിമിതിയായിട്ട് കാണാം. നമ്മൾ സാധാരണ ഒരു ഇൻഡിവിജ്വലായിട്ട് അവരെ കാണുക, എന്നിട്ട് അവർക്ക് നമ്മൾ വേണ്ട ട്രെയിനിങ് കൊടുക്കുക. വിധി ജന്മനാ സമ്മാനിച്ച അംഗവൈകല്യങ്ങളെ ചിത്ര മറന്നു. വൈകല്യങ്ങൾക്കിടയിലും സ്വയം പ്രതിരോധത്തിനായി അഭ്യസിച്ച കരാട്ടയിലും ജൂഡോയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായതും ചിത്രയുടെ ജീവിത നേട്ടങ്ങളാണ്. എൻ്റെ 10th എക്സാം വന്നപ്പോൾ തന്നെ എക്സാമിന് അഡീഷണൽ ടൈം നമുക്കൊരു ഇതുണ്ട്, സ്ക്രൈബ് വിത്ത് അഡീഷണൽ ടൈം. എൻ്റെ അമ്മ പറഞ്ഞാൽ എൻ്റെ മകൾ എഴുതും, പാസ്സായാലും ഇല്ലെങ്കിൽ പോലും എൻ്റെ മകൾ എഴുതി കിട്ടുന്ന മാർക്ക് മതി, വേറൊരാൾ എഴുതി കിട്ടുന്ന മാർക്ക് വേണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ആ സമയം 75% എബോവ് ഉണ്ട് മാർക്ക്. സിഇടിയിൽ നിന്നും എംടെക് പഠനം പൂർത്തിയാക്കി കോളേജിൽ തന്നെ താൽക്കാലിക അസിസ്റ്റന്റ് പ്രൊഫസറായ ചിത്രയുടെ പരിഭവം ഇതാണ്. PSCയിലെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ കായിക താരങ്ങളെയും നിലനിർത്താൻ വേണ്ടി ക്ലാസ് 3, 4 അങ്ങനെ കാറ്റഗറിയിലൊക്കെ സ്പെഷ്യൽ വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പാരാ ഒളിമ്പിക്സിന് തന്നെ അതിൽ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത് കൗൺസിലൊന്ന് കൗണ്ടർ സൈൻ ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ വരുമ്പോഴത്തേനും അത് കൗൺസിൽ അപ്രൂവ് ആക്കണമെങ്കിൽ ഗവൺമെൻറ് തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുക്കണം, ക്യാബിനറ്റ് ചർച്ചയ്ക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും കാര്യം ചെയ്തു തരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കുറവുകൾ ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് പറയുന്ന ചിത്രയുടെ ജൈത്രയാത്ര തുടരട്ടെ.